ദാസരി സ്നേഹത്തിൻ സ്പർശനങ്ങൾ ഇരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ അടയാളങ്ങൾ അനുഭവങ്ങൾ ദാസരി സ്നേഹത്തിൻ സ്പർശനങ്ങൾ തിരുമുറിവിൽ നിന്നും ഒഴുകിയെത്തും നാഥന്റെ സ്നേഹസ്പർശനങ്ങൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ചെറിയ സംസ്ഥാനം കേരളം. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കൊച്ചു ഗ്രാമം കഞ്ചിക്കോട്. അവിടെ ഒരു കൊച്ചു ഭവനം. സ്നേഹഭവൻ. റാണി, ജോൺ, സ്നേഹ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. റാണി ജോണിലൂടെ നടന്ന അടയാളങ്ങൾ 1996 നവംബർ 2. അത്ഭുതകരമായ ജപമാല സ്വീകരണം ഡിസംബർ 15. കയ്യിൽ പാല് നിറയുന്നു. 1997 മെയ് 1 വായിൽ പാല് നിറയുന്നു. സെപ്റ്റംബർ 28 കയ്യിൽ പരിശുദ്ധ കുർബാനയുടെ അടയാളം. ഒക്ടോബർ 26 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. നവംബർ 2 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. 1998 ഫെബ്രുവരി 12 പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം. നവംബർ 2 ജപമാല റാലി. 1999 ഏപ്രിൽ 2 പഞ്ചക്ഷതാനുഭവം. നവംബർ 2 ഈശോ വന്ന് പരിശുദ്ധ കുർബാന നൽകുന്നു. 2000 ജനുവരി 8 സുഗന്ധ കണ്ണുനീർ പ്രവാഹം. ജനുവരി 9 അത്ഭുതകരമായ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. ഏപ്രിൽ 18 പഞ്ചക്ഷതാനുഭവം. മെയ് 24 കയ്യിൽ പാല് നിറയുന്നു. ഓഗസ്റ്റ് 16 വായിൽ പാല് നിറയുന്നു. നവംബർ 1 13ാം തവണ പഞ്ചക്ഷതം. സത്യമാണോ നിത്യയാണോ രക്ഷകൻ കൂഴിയിൽ വന്നതാണോ സത്യമാണോ. 2000 നവംബർ 2 സന്ദേശം. മക്കളെ, സാത്താൻ ഇന്ന് മുന്നേറുന്നത് അഹങ്കാരത്തിന്റെ ചൈതന്യവും ദൈവത്തിനെതിരെയുള്ള പ്രക്ഷോഭണവും കൊണ്ടത്രേ. അതിനാൽ പിശാചിന്റെ അഹങ്കാരം നിങ്ങളുടെ എളിമ കൊണ്ടും എളിമ ദയയോടുള്ള പ്രാർത്ഥന കൊണ്ടും നിശേഷം നീക്കം ചെയ്യാൻ ഉത്സുകരാകാൻ ഈ അമ്മ ആഗ്രഹിക്കുന്നു. അതിനാൽ തന്നെ മക്കളെ, നിങ്ങൾ തുടർന്നും സഹിക്കേണ്ടിയിരിക്കുന്നു. സ്വർഗീയ അനുഭൂതി നൽകുന്ന സുഗന്ധാഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. അനേകർ വിശ്വാസത്തിലും മറ്റു ചിലർ അവിശ്വാസത്തിലും ഇത് സ്വീകരിച്ചു. ഈ ദൈവിക സാന്നിധ്യാനുഭവം നിങ്ങളുടെ സ്വന്തമാക്കുക. ഈ ഭവനത്തിലൂടെയോ എന്റെ മക്കളിലൂടെയോ പ്രത്യേകമാം വിധം ഇത് നൽകപ്പെട്ടിരുന്നു. ഇനിമേൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുള്ള പുഷ്പങ്ങളുടെ നറുമണത്താൽ ഞാനും എന്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. സാത്താന്റെ കടന്നാക്രമണങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവസന്നിധിയിലെത്താനുള്ള മാർഗങ്ങൾ: പ്രമാണങ്ങൾ അനുസരിക്കുക, കൂദാശകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, പ്രസാദവരത്തിൽ നിലനിൽക്കുക, ജപമാല പ്രാർത്ഥനയിൽ ഈ അമ്മയോടൊപ്പം തീഷ്ണതയുള്ളവരാകുക. കർത്താവിന്റെ കരുണ നിങ്ങൾ നിരസിക്കരുത്. മക്കളെ, ദൈവനീതി തയ്യാറാക്കി വച്ചിരിക്കുന്ന